പ്രിയമുള്ളവരെ, മദീന എന്ന് പറയുന്നത് അനുരാഗികളുടെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ മണ്ണാണ്. അതാണ് അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ ഈ മദീനയിലൂടെ ഒന്ന് കലപ്പ കൊണ്ട് ഉഴുതു നോക്കിയാൽ ആ കലപ്പയിൽ നനയുന്നുണ്ടെങ്കിൽ അത് നനയുന്നത് ആശിഖീങ്ങളുടെ, മാദിഹീങ്ങളുടെ, മുഹിബ്ബീങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ്. മദീന എങ്ങനെയാ? ഇന്നും കോടാന കോടി ജനങ്ങൾ ഇതാ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ തിരുമുറ്റത്തേക്ക് ലോകത്താരൊക്കെ ഏതൊക്കെ നിയമം പറഞ്ഞാലും ഇന്ന് നേരം വെളുത്ത വൈകുന്നേരമായതിനിടയിൽ 100 കോടിയിലേറെ അഭിവാദ്യങ്ങൾ മദീനയിലേക്ക് ചെന്നിട്ടുണ്ട്. എന്താ കാര്യം? 140 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ 100 കോടി ആളുകൾ നിസ്കരിക്കുന്നവരാന്ന് വെച്ചോ. എന്നാൽ ആ 100 കോടി ജനങ്ങളും മിനിമം ഒരു 9 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ ആവുമ്പോ അത്രയൊന്നും അല്ല. ഫർദ് നിസ്കാരം മാത്രം നിസ്കരിക്കുന്നവരല്ല എല്ലാവരും. കുറെ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട്. അതെല്ലാം കൂടിയാൽ എത്ര കോടി സലാമാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. മുസ്തഫ ജാന റഹ്മത്ത് പെ ലാഖോ സലാം, ശംഅ ബദ് മേ ഹിദായത്ത് പെ ലാഖോ സലാം, ശഹരിയാരേ ഇറം താജുദാരേ ഹറം, നൗബഹാരേ ശഫാഅത്ത് പെ ലാഖോ സലാം. ലക്ഷോപലക്ഷം സലാം എന്ന ബറേലിയുടെ മണ്ണിലിരുന്ന് മഹാനരായ സയ്യിദുനാ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ചൊല്ലിയപ്പോ അത് ലോകത്തെ മുഴുവനും ഒരുമിച്ച് ചൊല്ലുമ്പോ മുസ്തഫ ജാന റഹ്മത്ത് പേ കറോറോ സലാം, കോടാന കോടി സലാമാണ് കാരുണ്യത്തിന്റെ പവിത്രാത്മാവിന്റെ സന്നിധാനത്തിലേക്ക് ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് സലാമാണ്. അല്ലയോ കൂട്ടുകാരാ, മദീനയുടെ മണ്ണിൽ വന്ന് അവിടെ കിടക്കാൻ കൊതിച്ച എത്രയെത്ര ആളുകളാണ്. ഫാത്തിമത്തുർ റിഫാഇയ്യ റളിയല്ലാഹു അൻഹ എന്ന മഹദി അറിയുമോ? ആ ഫാത്തിമ റിഫാഇയ്യ റളിയല്ലാഹു അൻഹ ആരാണ്? അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആ മഹദി വന്നുകൊണ്ട് പറയുകയാണ്, യാ റബ്ബി ഇൻ ഖുബിലത് ലദൈക സിയാറതി ഫജ്അൽ ബിതൈബത ഖുർബതഹാ മദ്ഫനി. അല്ലാഹുവേ, എന്റെ ഈ സിയാറത്ത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മദീനയിൽ ഒരു ഖബർ തരണേ അല്ലാഹ്. എനിക്ക് ഈ മദീനയിൽ കിടക്കണം, എനിക്ക് ഈ മദീനയിൽ കിടക്കണം എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ ബസ്കരി റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന മുത്തുനബി തങ്ങളോട് സല്ലാപം നടത്തുകയാണ്. ഇമാമുൽ മൗസിലി മദീനയിൽ വന്നുകൊണ്ട് കാത്ത് കിടക്കുകയാണ്, എനിക്ക് ഈ മദീനത്തൊന്ന് കിടക്കണം. എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മരിച്ച് മദീനയിൽ മറമാടിയാൽ ആ നായയെ കുറിച്ച് വന്ന ആയാണ്. ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങളെ മദീനയിൽ വന്ന് പറഞ്ഞില്ലേ, മദീനേ കെ ഖിത്തേ ഖുദാ തുജു കോ രഖേ ഗരീബോ ഫഖീറോൻ കെ തഹരാനെ വാലേ. ഓ ഹബീബായ തങ്ങളെ, ഈ മദീനയുടെ മണ്ണ് പാവങ്ങളുടെ ആശ്രയമണ്ണാണ്, അശരണരുടെ ആശ്രയമണ്ണാണ്, ഇവിടെ ഇല്ലായ്മയുടെ ആളുകൾക്ക് ആശ്രയം നൽകുന്ന മണ്ണാണ്.
അതുകൊണ്ടാണ് ഞാനിതാ മദീനയിലേക്ക് വന്നതെന്ന് പറയുമ്പോ എനിക്കും നിങ്ങൾക്കും ഒരുപാട് തവണ അല്ലാഹുവേ ഞങ്ങൾക്ക് മദീനയിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വലിന്റെ മംഗലാപുരത്തെ ഈ മൈതാനിൽ ഒരുമിച്ച് കൂടിയിട്ട് പുണ്യനബി തങ്ങളുടെ റബീഇന്റെ മാസത്തെ ആനന്ദത്തോടെ ഏറ്റുവാങ്ങിയ ഞങ്ങൾക്ക് പുണ്യമേറിയ മദീനയിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മനസ്സ് നിറഞ്ഞ് ദുആ ചെയ്താല് എത്താൻ പറ്റും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കണില്ല. ഇന്ന് മദീനയിൽ വന്ന് ഇന്നും കാത്തിരിക്കുന്നവരുണ്ട് മദീനത്തൊന്ന് കിടക്കാൻ. സമീപകാലത്ത് കാത്തിരുന്ന് അവിടെ മരണപ്പെട്ടു പോയവരുണ്ട്. മദീനത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കുക. സിറിയയിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് എല്ലാം വന്നിട്ട് മദീനത്ത് വന്ന് ഇങ്ങനെ കാത്തിരിക്കുക ഹബീബായ റസൂലുള്ളാഹിന്റെ മണ്ണിൽ കിടക്കാൻ. അങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നും കാത്തിരിക്കുന്നവരുണ്ട്. ഇന്നും കാത്ത് മദീനയിൽ കഴിയുന്നവരുണ്ട്. 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മഹാനവർക്ക് മദീനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പേടിയാണ്. മക്കത്തേക്ക് മാത്രമേ പോയുള്ളൂ. കാരണം എന്താ, വേറെ എവിടെയെങ്കിലും വെച്ച് മരിച്ചുപോയാലോ എന്ന് പേടിയാ. ഞാൻ മദീനത്ത് കിടക്കാൻ വന്ന ആളാ. എനിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിൽ കിടക്കണം. ആ പുണ്യമേറിയ ആഗ്രഹത്തിന്റെ പേരിലല്ലേ മഹാനായ ഇമാം മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ കഴിയുകയാണ്. 40 കൊല്ലം മദീനയിൽ കഴിഞ്ഞ മഹാനായ ഇമാം മാലിക് തങ്ങൾ എല്ലാ രാത്രിയിലും റസൂലുള്ളാഹിനെ കാണുന്ന മഹാനായിരുന്നുവെന്ന് ഇമാം അബൂ നുഐം തങ്ങൾ ഹില്ലിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷാഫി ഇമാം തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ കാണുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കും, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ചിലപ്പോഴൊക്കെ എന്നോട് ചോദിക്കും, എങ്ങനെയുണ്ട് യാ ഇമാം എന്നെ വിളിക്കും. ചിലപ്പോഴൊക്കെ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കാരക്ക പാത്രത്തിൽ നിന്ന് എനിക്ക് എടുത്തു തരും. ചിലപ്പോഴൊക്കെ എന്നോട് ഒരു ഉയർന്ന സ്ഥലത്തിരുത്തിയിട്ട് ക്ലാസ് എടുക്കാൻ പറയും. ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ ഞാൻ മുത്തുനബി തങ്ങളെ കിനാവിൽ കാണുമ്പോ പറയും, തങ്ങളെ ആകെ ബേജാറാണ്. അപ്പോൾ പറയും, മോനെ ബേജാറാവണ്ട, അനസനദുഃഖ, മോനെ ഞാൻ നിങ്ങൾക്ക് താങ്ങാണ്, തണലാണ്, പേടിക്കണ്ട എന്നെനിക്ക് ധൈര്യം തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറഞ്ഞത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ എല്ലാവരും ആത്മീയ ആനന്ദത്തിലാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ കാണുകയാണ്. കിനാവിൽ കാണുന്ന രാവുകളാണ് റബീഇന്റെ രാവുകൾ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ റബീഉൽ അവ്വലിൽ എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് കാണണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് നബിതങ്ങളെ മുമ്പിൽ നിന്നിട്ട് ചൊല്ലി, യാ ഹാഷിമൽ ഖൈരിൻ നല്ലാഹ ഫളലകും അലൽ ബരിയതി ഫളലം മാ ലഹു ഗൈറു ഇന്നി തഫറസ്തു ഫീകൽ ഖൈറ അരിഫുഹു ഫിറാസതൻ ഖാലഫതുഹും ഫില്ലദീന നളറൂ ولو سألت أو استنصرت بعضهم في جل أمرك ما آووا ولا نصروا فثبت الله ما آتاك من حسني تثبيت موسى ونصرا كالذي نصروا. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ച് ചൊല്ലിയ മൗലിദാണ്. എല്ലാവരുടെയും ആനന്ദത്തിന്റെ കേന്ദ്രം അത് പുണ്യപ്രവാചകരാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും മദീനയിലേക്കൊന്നെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധമൊന്നണയണം. ഇതാ ഈ മനുഷ്യൻ തൗറാത്ത് വായിച്ച് മദീനയിൽ വന്നിരിക്കുകയാണ്.
എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരേ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹ്, ഞാൻ എന്റെ ഇസ്ലാം നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടുന്ന് മരണം വേണേ. വഖബറൻ സുമ്മ ദഫനം ബിൽ ബഖീഇ. ഇനി എനിക്ക് ജീവിതം വേണ്ട, ഇനി എനിക്കിവിടെ ഒന്ന് കിടന്നാൽ മതി. ഉടനെ മഹാനായ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. മദീനയിൽ തന്നെ മറമാടുകയാണ്. എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഈ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയിട്ട് നമ്മൾ ഓരോരുത്തരും ആനന്ദം പങ്കുവെക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ചില തീരുമാനങ്ങൾ വേണം. ഹബീബായ തങ്ങളുടെ മേൽ നിത്യം ചൊല്ലുന്ന സ്വലാത്തുകൾ വേണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള അഭിവാഞ്ച വേണം. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു മാറ്റം, ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ പതിവാക്കാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ തിരുസുന്നത്തായി എനിക്ക് പകർത്തണേ. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. എവിടെയും റസൂലുള്ളാഹിനെ അറിയണേ. ഒരു സ്വഹാബിയുടെ കഥ കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. അൻസാറുകളിൽപ്പെട്ട ഒരാൾ വരുന്നു. ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി വവലദി വഅഹ്ലി വമാലി. എനിക്കെന്റെ എല്ലാവരെക്കാളും ഇഷ്ടം തങ്ങളോടാണ്. കുടുംബം, മക്കള്, സ്വത്ത്, വീട് എല്ലാത്തിനേക്കാളും എനിക്കിഷ്ടം തങ്ങളോടാണ്. വലൗല അന്നി ആതീക, ഹബീബായ നബിയെ, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. ലദനന്തു അന്നീ സമൂത്, എന്റെ മരണത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ വന്നത്. വബക്കൽ അൻസാരി, ഞാൻ എന്റെ മരണം ഓർത്തുകൊണ്ട് വന്നതാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അൻസാരി അങ്ങ് പൊട്ടിക്കരയുകയാണ്. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, മാ ബകാക, എന്തിനാ മോനെ കരയുന്നത്? ഉടനെ പറഞ്ഞു, ദക്കർതു അന്നക സതമൂതു വനമൂതു ഫതുർഫഉ മഅൻ നബിയ്യീൻ വനഹ്നു ഇൻ ദഖൽനൽ ജന്നത കുന്നാ ദൂനക. തങ്ങളെ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, തങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകും, ഞങ്ങളും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. തങ്ങളുടെ കൂടെ കഴിഞ്ഞ കാരണത്താൽ ചിലപ്പോൾ ഞാനും സ്വർഗത്തിലെത്തിയേക്കാം. പക്ഷേ ഫഅന്ത മഅൻ നബിയ്യീൻ, തങ്ങൾ സ്വർഗത്തിലെ VIP ക്ലാസ്സിൽ ഏറ്റവും ഹൈ ക്ലാസ്സിലുള്ള അമ്പിയാക്കൾ, ഔലിയാക്കളുടെ ലോകത്തായിരിക്കില്ലേ തങ്ങളെ? ഞങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ലോക്കൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരിക്കും, സാധാരണക്കാരുള്ള സ്ഥലത്തായിരിക്കുമല്ലോ. സ്വർഗത്തിലെത്തിയാലും തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിന് ആനന്ദമില്ല. അതോർത്തുകൊണ്ടാണ് തങ്ങളെ ഞാൻ കരയുന്നത്. എനിക്ക് ഈ ലോകത്ത് ചെയ്യാവുന്നത് എന്റെ എല്ലാവരെക്കാളുമുള്ള മഹബത്ത് തങ്ങൾക്ക് തരലാണ്. എനിക്കെന്റെ ഉപ്പയല്ല വലുത് തങ്ങളാണ്, ഉമ്മയല്ല വലുത് തങ്ങളാണ്, ഭാര്യയല്ല വലുത് തങ്ങളാണ്, മക്കളല്ല വലുത് തങ്ങളാണ്. എന്റെ സ്വത്തോ വീടോ ഒന്നുമല്ല, എല്ലാത്തിനേക്കാളും വലുത് അവിടുന്ന് തന്നെയാണ്. പക്ഷേ നാളെ മരണപ്പെട്ട് പരലോകത്ത് വരുമ്പോ തങ്ങളുടെ ഒരനുയായി എന്ന നിലക്ക് സ്വർഗത്തിൽ കടക്കാൻ അനുമതി കിട്ടിയാൽ പോലും എനിക്ക് തങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയൂലല്ലോ.
അതോർത്തുകൊണ്ട് കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തിനൊരു മറുപടിയും കൊടുത്തില്ല. ഒരു മറുപടിയും തങ്ങൾക്കപ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ. ഓ അറിയണേ, വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, വേണ്ടതുപോലെ മഹബ്ബത്ത് വെച്ചാൽ, തങ്ങളെ ഏറ്റവും മഹബ്ബത്ത് വെക്കണമെന്ന് അള്ളയും റസൂലും പഠിപ്പിച്ചതാണ്. അതനുസരിച്ചാൽ നാളെ പരലോകത്തവര് വരും. എവിടെയാണ് വരിക? ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, നബിമാരുടെ കൂടെ വരുമേ. അറിയുമോ, തെറ്റു ചെയ്യാലും ചില ആളുകൾക്ക് തെറ്റുള്ളപ്പോഴും റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടാവാം. ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടിന്റെ ഭാഗമാണ്. ആ ഹബീബായ തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റൽ. ചില ആളുകൾ സാധാരണക്കാരുണ്ടാവും, അവർക്ക് വലിയ ഇബാദത്തൊന്നുമില്ലെങ്കിലും അവരുടെ കൽബിന്റെ ഉള്ളിൽ നബിതങ്ങളുടെ മഹബ്ബത്തുണ്ടാവാം. അതാ ഒരു സ്വഹാബിയായ മനുഷ്യൻ, നുഅ്മാൻ എന്നാണ് പേര്, നുഅ്മാൻ ഇബ്നു മാലിക് എന്നാണ് പേര്. അദ്ദേഹം ബദരിയാണ്. പക്ഷേ ഒരിക്കൽ മദ്യപിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിൽ കേസെത്തി. ആരായാലും നിയമത്തിന് വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിന് കോടതി ശിക്ഷ വിധിച്ചു. ഈ സ്വഹാബിയാണെങ്കിലോ വളരെ രസികനായ സ്വഹാബിയാണ്, വളരെ രസികനായ സ്വഹാബിയാണ്. ഒരിക്കൽ ഒരു അറാബി വന്നു നബി തങ്ങളെ കാണാൻ. അദ്ദേഹത്തിന്റെ ഒട്ടകം നബി തങ്ങളുടെ വീട്ടുമുറ്റത്ത് കെട്ടി. എല്ലാരും കൂടെ പോയിട്ട് നുഅ്മാൻ ഇബ്നു മാലിക് രസികനാണല്ലോ, അദ്ദേഹത്തെ പറഞ്ഞ് തമാശയാക്കിയിട്ട് ആ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. അറുത്തു കളഞ്ഞപ്പോൾ നുഅ്മാൻ എന്നവര് പോയി അങ്ങ് ഒളിച്ചു കഴിഞ്ഞു. അതേ മഹാനായ നുഅ്മാൻ ഇബ്നു മാലിക് തങ്ങളെ അറുക്കാൻ പ്രേരിപ്പിച്ച കൂട്ടുകാര് തന്നെ നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നുഅ്മാൻ പണി പറ്റിച്ചിട്ടുണ്ട്, തങ്ങളെ കാണാൻ വന്ന അറാബിയുടെ ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. അറാബി ഇറങ്ങി നോക്കിയപ്പോൾ ഒട്ടകം താൻ വന്ന വാഹനം അറുത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ദേഷ്യം പിടിക്കാൻ നേരം മുത്തുനബി തങ്ങൾ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്തേ സംഭവിച്ചത്? തങ്ങളെ നുഅ്മാനാണ് അറുത്തത്. മുത്തഅല്ലിമീങ്ങളെ, ദർസിലെ തമാശ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. രസികന്മാരായ മുത്തഅല്ലിമുകൾ ഉണ്ടെങ്കിൽ ഉസ്താദുമാരുടെ അടുക്കൽ തമാശയാക്കുന്ന കഥ ഓർമ്മ വരുന്നുണ്ടാവും. അതേ, എവിടെ പോയി നുഅ്മാൻ എന്ന് ചോദിച്ചപ്പോ അറുക്കാൻ പ്രേരിപ്പിച്ചവര് തന്നെ പറഞ്ഞു, തങ്ങളേതോ അവിടെയുണ്ട് എന്ന് പറഞ്ഞു. നബി തങ്ങൾ നുഅ്മാൻ എന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ മോനെ ചെയ്തത്? അത് തങ്ങളെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞവര് തന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല തമാശക്കാരനായ നുഅ്മാനെ കൂട്ടുകാരെങ്ങനെ പറഞ്ഞ് ശരിയാക്കിയതായിരിക്കുമെന്ന് കരുതി നബി തങ്ങൾ ചിരിക്കുകയും ആ അറാബിക്ക് ഒട്ടകത്തിന്റെ വില തങ്ങൾ കൊടുക്കുകയും ചെയ്തു. തങ്ങൾക്ക് വലിയ പ്രിയമുള്ള സ്വഹാബിയാണ്, നല്ല തമാശക്കാരനാണ്, പലപ്പോഴും ഇതുപോലെ രസങ്ങൾ ഒപ്പിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള നുഅ്മാൻ ഇബ്നു മാലിക് എന്നവർ മദ്യപിച്ചുപോയി. അതാ ഇസ്ലാമിന്റെ കോടതിയിൽ ശിക്ഷയാണ്, തല്ലുകൊള്ളുകയാണ്.
ആ നുഅ്മാൻ ഇബ്നു മാലിക് എന്നവർ തല്ലുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ ചെരുപ്പെടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു ലഅനകല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. ഉടനെ നബി തങ്ങൾ പറഞ്ഞു പറയാൻ പാടില്ല, അയാള് തെറ്റു ചെയ്ത് ശിക്ഷയേറ്റ് വാങ്ങുന്നുണ്ട്. അയാള് തെറ്റ് ചെയ്തു പോയെങ്കിലും അയാളുടെ ഉള്ളിൽ എന്നോടൊരു മഹബത്തുള്ള ആളാണ്, എന്നെ ഇഷ്ടം വെക്കുന്ന ആളാണ്. ആ സ്വഹാബിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, എനിക്ക് അദ്ദേഹത്തോടും ഇഷ്ടമുണ്ട്. നിയമം നടപ്പിലാക്കുന്നുണ്ടെങ്കിലും സ്നേഹത്തിന് മാറ്റമില്ല. അതുപോലെ തെറ്റ് ചെയ്യുന്ന ചില ആളുകളുടെയും കൽബിൽ മഹബത്ത് ചിലപ്പോഴുണ്ടായേക്കാം. തെറ്റ് അധികരിച്ചാൽ ഉള്ള മഹബത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതവിടുന്ന് വലിയൊരു നൂറാണ്. രണ്ടും മനസ്സിലാക്കണം. മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ലോകമാണ്, നിയമമെന്ന് പറഞ്ഞാൽ വേറെ ഒരു ലോകമാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഇഷ്ടം വെച്ചാൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഇഷ്ടം വെക്കുന്നവരെ അനുസരിക്കൽ അതാണ് ശരിയായ നിയമമെന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെച്ച് ഒരുപാട് സ്വലാത്ത് ചൊല്ലി നബി തങ്ങളുടെ മദ്ഹ് വീട്ടിലും നാട്ടിലും പട്ടണത്തിലും എല്ലാം പ്രചരിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി ഭാര്യമാർക്ക് നബി തങ്ങളെ പറഞ്ഞു കൊടുത്ത് നല്ലവരായി ജീവിക്കണമെന്ന് ഈ സദസ്സിനോട് എന്നോടും നിങ്ങളോടും എല്ലാം ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നു നമുക്കിവിടെ ദുആ ചെയ്തു തരും. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബ് പുണ്യമേറിയ മുത്തുനബി തങ്ങളുടെ മദീനയിലേക്ക്, അവിടുത്തെ പുണ്യമേറിയ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങളെ മുഴുവനും നീ എത്തിച്ചു തരണം അല്ലാഹ്. ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, സഹായിച്ചവർ, സംഘടിച്ചവർ, വേണ്ടതെല്ലാം ചെയ്തവർ, ഒത്താശകൾ ചെയ്തവർ, മാസങ്ങളായി പ്രചരണം നടത്തിയിട്ട് കഠിനാധ്വാനം ചെയ്തവർ, എല്ലാവർക്കും ഹബീബായ തങ്ങളുടെ ആശിഖീങ്ങളിൽ പരിഗണന നൽകി ഞങ്ങളെ മുഴുവനും നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ മുത്തുനബി തങ്ങളുടെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. ഇനി സയ്യിദ് അവറുകളുടെ ദുആയോടുകൂടിയേ നമ്മുടെ പരിപാടി അവസാനിക്കൂ. എല്ലാവരും ഇവിടുത്തെ നിർദ്ദേശം കിട്ടിയിട്ട് മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് സദസ്സിന് വേണ്ടി അറിയിച്ച് ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.